സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റായിരുന്ന ഒളിമ്പ്യൻ അഞ്ജു ബോബി ജോർജിനെ പുകച്ച് പുറത്തു ചാടിച്ച എല്ലാവരെയും ആയമ്മ ഒന്ന് ഇരുത്തി ശപിച്ചെന്നാണ് തോന്നുന്നത്. കായിക താരത്തെ കരയിപ്പിച്ച മന്ത്രി ഇ.പി. ജയരാജൻ തന്നെ ചിറ്റപ്പൻ സ്നേഹത്തിൽ ആദ്യം മന്ത്രിസ്ഥാനം രാജിവെച്ചു. അടുത്ത ഊഴം ഇപ്പോഴത്തെ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ടി.പി. ദാസനാണ്. അദ്ദേഹം പണ്ടിരുന്ന കാലത്ത് നടത്തിയ സ്പോർട്സ് ലോട്ടറി അഴിമതിയാണ് അഞ്ജുവിൻ്റെ പരാതിയിൽ ഇപ്പോൾ പണിയായിരിക്കുന്നത്. വിജിലൻസ് ദാസനെ ഒന്നാം പ്രതിയാക്കിയിരിക്കുന്നു. ദാസനെയും ഇനി വിജയന് ലോങ് ജമ്പ് ചെയ്യേണ്ടി വരുമോ എന്തോ. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സാറിൻ്റെ റിയാക്ഷൻ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലായിരുന്നില്ല. അവരെൻ്റെ ഓഫീസിൽ വന്നിരുന്നു, വളരെ സന്തോഷത്തോടു കൂടി ചിരിച്ച് വർത്തമാനം പറഞ്ഞിട്ടാണ് പിരിഞ്ഞു പോയത്. എൻ്റെ അഭിപ്രായത്തിൽ സ്പോർട്സിനെ എല്ലാവർക്കും കൊല്ലാൻ പറ്റും, പക്ഷേ സ്പോർട്സുകാരെ തോപ്പിക്കാൻ പറ്റില്ല. മണ്ടക്കാട്ട് ഭഗവതിയാണ് പറയുന്നത്, മകനെ നീ നട്ടം തിരിയും. എൻ്റെ ബന്ധുക്കൾ പല സ്ഥലത്തും ഉണ്ടാകും. അന്നിപ്പോൾ എൻ്റെ മുമ്പിൽ ഇതുവരെ അങ്ങനെ ഒരു പരാതി വന്നിട്ടില്ല. വന്നാൽ പറയാം. എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. പിണറായി വിജയൻ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കാൻ എന്നെ അനുവദിക്കണം എന്ന് ഇ.പി. ജയരാജൻ സെക്രട്ടേറിയറ്റിൽ നിർദ്ദേശിക്കുകയുണ്ടായി. ഇതിന് പാർട്ടി സെക്രട്ടേറിയറ്റ് അനുമതി കൊടുത്തിരിക്കുകയാണ്. ജയരാജൻ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നതായിരിക്കും. ഭാര്യയ്ക്ക് ഭർത്താവ് കോച്ച്, കമ്പനിയനായിക്കോട്ടെ, പോറിലൊക്കെ പോകുമ്പോൾ എനിക്ക് എൻ്റെ ഭർത്താവും കൂടെ വേണം എന്ന് ഇവർക്കെല്ലാം പറയാൻ വേണമെങ്കിൽ കമ്പനിയനായിക്കോട്ടെ, ടി.എ. ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, പക്ഷെ അത് കോച്ചിൻ്റെ ലെവൽ വേണോ? ഇന്ത്യയുടെ സ്പോർട്സിൻ്റെ പുറകോട്ട് പോകൽ ഇതാണ്. മണ്ടക്കാട്ട് ഭഗവതിയാണ് പറയുന്നത്. അതുപോലെ തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഈ നൂറ്റാണ്ടിൽ കേരളം കായിക താരങ്ങളോട് ചെയ്ത ഏറ്റവും വലിയ അഴിമതിയാണ് നമ്മുടെ സ്പോർട്സ് ലോട്ടറി. ഞാൻ ഇവിടുത്തെ സംബന്ധക്കാരന് ബാസുരിയുടെ ഭർത്താവ്, എന്നോട് വേണ്ട. എൻ്റെയൊക്കെ പടം വെച്ച് അടിച്ചതാണ്. അന്ന് ഞങ്ങളോടും ഓഫർ ചെയ്തിരുന്നു, നിങ്ങൾക്കും ട്രെയിനിങ് ചെയ്യാൻ അവൈൽ ചെയ്യാനുള്ള കാശ് ഈ ലോട്ടറിയിൽ നിന്ന് കിട്ടും. പക്ഷേ ഇത്രയും നാളായിട്ടും ഞാൻ ഈ പരിശോധിച്ചതിൽ നിന്നും ഇങ്ങനൊരു ലോട്ടറിയുടെ എന്തെങ്കിലും ഒരു ട്രേസ് നമുക്ക് ഇവിടുന്ന് ലഭിച്ചില്ല. ഞാൻ ഇവിടുത്തെ ബന്ധുവാണെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞു. എന്റെ മേത്ത് കയറി കളിച്ചിട്ട് നിനക്ക് എന്താ കാര്യം? ചോരി നീരുള്ള ഒരുപാട് പേരില്ലേ ഇവിടെ. ഇത് ജനങ്ങൾ ഏറ്റെടുക്കണം, ഇത് നിങ്ങൾ മാധ്യമങ്ങൾ ഏറ്റെടുക്കണം, ഇതൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരണം. കാരണം ഇവിടെ ഇരുന്നിട്ട് ഇത്രയും നാളും ഇതൊക്കെ കാണിച്ചിട്ട് പോയവര് രക്ഷപ്പെട്ടു പോകാൻ പാടില്ല. അരുത്, ശപിക്കരുത്. ജന്മത്തിൽ പാപഗ്രഹം ഉള്ളതുകൊണ്ട് സ്ത്രീ ശാപം കൂടി ഏൽക്ക വയ്യ. അപ്പൊ താനാണോ എന്റെ കുഞ്ഞിനെ പൂട്ടിയത്? അല്ല, ആര് പൂട്ടിയാലും പുഴുത്തു പുഴുത്ത് ചാകുന്നത് ബുദ്ധിമുട്ടാണ്. നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിലും കേരളത്തിലും സ്പോർട്സ് സംഘടനകൾ കളിക്കാരുടെ കയ്യിലല്ല, കളിക്കാത്തവരുടെ കയ്യിൽ. എന്ത് വൃത്തികേടായത്? അത് കളിക്കാർക്ക് വിട്ടുകൊടുക്കുക, അവരത് കൈകാര്യം ചെയ്യണം. ഇതൊക്കെ മാറണം. സ്പോർട്സ് കൗൺസിലിന്റെ ഭാരവാഹികളായി കളിക്കാർ തന്നെ വരും. അപ്പോൾ ധീരവിപ്ലവകാരി ഹോച്ചിമിൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ കയ്യിൽ എപ്പോഴും രണ്ട് തോക്കുകൾ ഉണ്ടായിരിക്കണം. ഒന്ന്, സമത്വം തടയുന്ന വർഗശത്രുവിനെതിരെയും രണ്ട്, വഴിപിഴയ്ക്കുന്ന സ്വന്തം നേതൃത്വത്തിനെതിരെയും. നിലപാടുകളിലെ നിലവിളി ഒരു വഴിക്കെത്തും എന്ന പ്രതീക്ഷയിൽ അടുത്തയാഴ്ച വീണ്ടും കാണാം. നല്ല നമസ്കാരം.